ഞങ്ങളെ പ്രശ്നം എന്താ വെച്ചാല് കൊളപ്പുറത്തുള്ള എല്ലാ ഡ്രെയിനേജും കൊണ്ടുവന്നാണ് നമ്മളെ മുന്നിലാണ് അവർ ഇട്ട് വെച്ച് പോയത്. നല്ല വെള്ളത്തിന്റെ ഫോഴ്സ് നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് നമുക്ക് വെള്ളം വരുന്നത്. ഒരു പ്രാവശ്യം മതില് പൊട്ടിയിട്ട് നമ്മളെ വീട്ടിലെ ഇന്റർലോക്ക് ഫുള്ളും കേടന്നെ. ഇപ്പൊ വീട്ടിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ചു കയറി വന്നിരിക്കുകയാണ്. ആദ്യം ഡ്രെയിനേജ് കുളപ്പുറത്ത് ആകെ ഒരു 100 മീറ്റർ ഉള്ളത് ഇപ്പൊ ഏകദേശം അവിടുന്ന് കിലോമീറ്ററോളം വരുന്ന വെള്ളം മുഴുവനും ഒരു വീട്ടിലേക്ക് മുന്നിലേക്ക് വന്ന് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? ആദ്യം നമുക്കറിയാം ഈ ഹൈവേന്റെ വർക്കില്ല, അന്നൊന്നും ഡ്രെയിനേജ് ഇല്ലായിരുന്നു. ഇപ്പൊ ആ വെള്ളം മുഴുവനും വന്നുകൊണ്ട് ഒരു വീട്ടിലേക്കാണ് കയറുന്നത്. അത് മനസ്സിലാക്കണം. നിരന്തരം എറണാകുളത്തെ ഓഫീസിനും മൊത്തം പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അതുപോലെ കക്കൂസ് മാലിന്യം വരും, ചില സമയത്ത് കക്കൂസ് മാലിന്യങ്ങളും വരികയാണ്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവരോട് സംസാരിച്ച് അവരെ തിരുവനന്തപുരത്ത് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്നുള്ള നമുക്ക് വയ്യ കാണാം. ഒരു മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോസും കാര്യങ്ങളെല്ലാം. പോയി എറണാകുളം വരെ പോയി പ്രൊജക്ട് ഓഫീസറെ കണ്ട് അയാൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് എഞ്ചിനീയേഴ്സ് വരും, നോക്കും, കാണും, കണ്ടതിന് ശേഷം എന്താ പരിഹാരം എന്ന് വെച്ചാൽ ചെയ്യാന്ന്. അവര് ഇവിടുത്തെ എഞ്ചിനീയർമാരായിട്ട് ഒരു കോണ്ടാക്ട് ഒരു ചെയ്തിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മലപ്പുറം കളക്ടറോട് പറഞ്ഞ അവിടുന്ന് ഒരു പേരും തന്നിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി വന്ന് കണ്ട് അയാളെ ബോധിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പോയ ഒരു വ്യക്തിയാണ് വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്ന് പറയാനല്ലാതെ ഇതുവരെ നമുക്കിപ്പോ ചെറിയൊരു മഴ വന്നിട്ട് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതിനാത്രം ഈ കുളപ്പുറം അങ്ങാടിന്ന് ചാടുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അതൊരു സ്ത്രീ മാത്രമുള്ള ഒരു വീടാണ്. നിരന്തരം ഞങ്ങൾ പോയി പിന്നെ ഞങ്ങളെ കൊണ്ട് സേവനം ചെയ്യുന്നതിന് കണക്കുണ്ട്. അപ്പൊ ഇത് നേരത്തെ 50 മീറ്ററും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ആ തോടിലേക്ക് വന്ന് ചാടും ആ വെള്ളം മുഴുവനും. ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരാവശ്യമില്ല. ഡ്രെയിനേജ് 2 ഭാഗത്തും ഏകദേശം ഒരു 50 മീറ്ററിന് വളരെ കുറഞ്ഞ ഒരു മീറ്ററിന്റെ അടിയിൽ രണ്ടിടത്തുണ്ട്. അവിടെ കണക്ഷൻ കൊടുത്താൽ ഈ വയലിലേക്ക് ഇങ്ങോട്ട് വന്ന ഈ തോടിലേക്ക് വെള്ളം ചാടുന്നതാണ്. അതുവരെ ചെയ്യാൻ ഇവരെ നിരന്തരം പരാതി കൊടുത്തിട്ട് പോലും ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരത്തിന് അവരെടുത്തില്ല. അവർ ചെയ്യാന്ന് പറയുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. 6 മാസം മഴ പെയ്യുമ്പോ തന്നെയുള്ള അവസ്ഥ എന്തായി? ഒരു മഴന്റെ അവസ്ഥയാണ്. ഒറ്റ മഴ. ഇപ്പൊ ഞാൻ മഴ മാറിയാലും മഴ ചോർന്നാണ് പോയെടുത്ത വീഡിയോ. ഈ റോഡിന് ഇങ്ങനെ ഒരു ഭീഷണി വന്നത് കൊണ്ടാണ് പക്ഷെ ഇവരെ കാര്യത്തിന് ഒരു തീരുമാനം ആവാൻ പോകുന്നത്. കാരണം ഒരു വർഷത്തോളമായിട്ട് അപ്പൊ ഇതിനെന്ത് ഒരു ഉദ്യോഗസ്ഥന്മാര് പോലും ഇതിന് ബന്ധപ്പെട്ടവരാരും വന്ന് പരിശോധന നടത്തിയില്ല. എന്താണ് കാരണം? ഒരു പരാതി പോലും കൊടുത്തിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാർ നോക്കൂലേ? ഡെപ്യൂട്ടി കളക്ടർ അഷ്റഫ് സാർ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അഷ്റഫ് സാറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും, വീഡിയോസ് അയച്ചു കൊടുക്കും. ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെക്കൊണ്ട് കഴിയണതൊക്കെ ഞാൻ നോക്കിയിരിക്കണേ, കഴിയണില്ല, നിങ്ങൾ ജനങ്ങൾ മുഖേന പറഞ്ഞോളൂ എന്ന് സാറിനോട് പറഞ്ഞാലാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത്. സാറ് നമ്മളെ വീട്ടിൽ വന്നു, കണ്ടു, ചെയ്തു. പക്ഷെ ഒന്നും ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഈ ഡ്രോണിൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ ലെങ്ത്തിൽ പറത്തിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ പ്രവാസികൾക്ക് കാണാമല്ലോ ഇപ്പോൾ റോഡിൻ്റെ പണി ഇവിടെ എത്തിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏരിയൽ വ്യൂ കാണുമ്പോൾ അറിയാം അപ്പോൾ കൂരിയായിട്ട് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്, കക്കാട് വർക്ക് നടക്കാണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവൊക്കെ എടുത്തുകൊണ്ട് ഈ NH വരലുണ്ട്. ഒരിക്കലും ഇതേമാതിരി ഇവിടെ വന്ന സമയത്ത് പാലച്ചിറമാട് കട്ട കെട്ടുണ്ട്. അപ്പോൾ 27 വരി ലൈനിൽ കട്ട കെട്ടിയുണ്ട്. അപ്പോൾ കട്ട കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി, പാടാണ് അപ്പുറം സൈഡിൽ. അപ്പോൾ ചെറിയൊരു ഫൗണ്ടേഷനെ കൊടുത്തിട്ടുള്ളൂ, ഒരു കമ്മട്ടം ചെറിയ നമ്മളുണ്ടല്ലോ ഈ മതിൽ കെട്ടുമ്പോണ്ടല്ലോ ഒരു ബെൽറ്റ് കൊടുക്കണേ, ആ ലെവലിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പൊന്തിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഓല് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ ഓല് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കംപ്രസിങ് സ്ട്രെങ്ത്ത്, അതേപോലെ തന്നെ ലോക്കിങ് കട്ടാണല്ലോ, നെറ്റിടുണ്ട്, ഇതൊക്കെ ഇട്ടുകാണ്ട് സെറ്റപ്പാക്കി പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഓല് പറയുകയാണെങ്കിൽ ഇത് പാടത്തായാലും പറമ്പിലായാലും ഈ സാധനം പോകില്ല എന്ന് പോലെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി എന്താണെന്ന് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ ഈ ചുറ്റുമതിൽ കെട്ടാനൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ചെങ്കുത്തായ പറമ്പിലൊക്കെ ഒരു മതിൽ കെട്ടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഏകദേശം 2 മീറ്റർ ഹൈറ്റ് പൊക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ, 3 അടിയിൽ നിന്ന് ഒരു കല്ലിലേക്ക് കൊണ്ടുപോയി ക്രോസ് ആക്കിയിട്ട് അത് 2 മീറ്റർ പൊക്കാനുള്ള അവസ്ഥയിൽ അങ്ങനെ നമ്മൾ എത്ര സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ ഇവിടുത്തെ ക്ലൈൻറ്റിനൊക്കെ എക്സ്പെൻസ് വരികയാണ്. പക്ഷേ ഇവിടെ ഇതൊക്കെ ഈ കൂരിയാടനെ നോക്കുകയാണെങ്കിൽ 3 നില ബിൽഡിങ് 3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ആ പാടെ ഒരു കട്ടക്ക് വീതിയിലാണ്. അപ്പോൾ നമുക്ക് പേടിയെന്നല്ലേ. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവരെ ഏക ഒരു സംഭവം നേക്കം തച്ചിക്കുകയാണെങ്കിൽ ഇവർ 3 വരി പടുക്കും, പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ബാക്കിൽ മണ്ണ് കൊണ്ടുപോയിടുമ്പോൾ ആ റോളർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സെറ്റാണ്. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, ഇവരിപ്പോൾ ഇതിൻ്റെ മുകളിൽ ധാരിങ് ചെയ്യാതെ ഇത് എത്രത്തോളം മുകളിൽ ലെവൽ പൊക്കാണ്ട് അത്രയും ലെവൽ പൊക്കിക്കാണ്ട് നിർത്തി വെച്ചിക്കാണ്ട് അവിടെ മഴ കൊള്ളിച്ചോക്കട്ടെ. 2-3 മഴ കൊണ്ടുകഴിഞ്ഞാൽ എത്ര റോളറിട്ട മണ്ണാണെങ്കിലും
ഭൂമിക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതെല്ലാം കണകുണായി മാറും. പക്ഷേ നമ്മൾ ആശ്വാസം എന്താണ്, ഇതിൻ്റെ മുകളിൽ നമ്മൾ പെരക്ക് ഇപ്പോൾ ലീക്ക് വരുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യില്ലേ, എങ്ങനെ അതിൻ്റെ മുകളിൽ ക്രാക്ക് വന്നാലും വാട്ടർ പ്രൂഫ് ചെയ്താൽ തീർക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മണ്ണിട്ടെൻ്റെ മുകളിലത്തെ ഒരു വാട്ടർ പ്രൂഫാണ് എന്തെന്ന് അറിയോ, 7-8 ഇഞ്ച് കനത്തിൽ ഡാറിങ്. അപ്പോൾ എന്താണ്, ഈ ഡാറിങ്ങിൻ്റെ മുകളിൽ വെള്ളം നേരെ ഒരു സ്ലോപ്പും കൊടുത്തിരിക്കണ പോലെ അണ്ട് ഒലിച്ച് പോയിക്കാണ്ട് ആ ക്രാഷ് ബാർ മറ്റേ പാരപ്പറ്റുമ്പോൾ തട്ടിക്കാണ്ട് ഓട്ടയിൽ കൂടെ വെള്ളം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സംഭവത്തിന് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ കട്ട കൂരിയാട് ഇപ്പോൾ ഒരു കട്ട പൊളിഞ്ഞ് നേരിച്ചിട്ട് ഇപ്പോൾ കട്ട വെച്ചുകൊണ്ട് ഓടൊക്കെ കെട്ടിക്കണം, അവിടെ മൊത്തത്തിൽ പ്രശ്നത്തിലായി നിൽക്കണമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ഡേഞ്ചർ ടാസ്ക് വന്നിട്ടുണ്ട് ഈ മലപ്പുറം റീച്ചിലെ KNRCക്ക്. കൊളപ്പുറം സമരസമിതി രൂപീകരിച്ചിട്ട് 3 വർഷം പോരായി. കാരണം അവിടെ ഒരു PWD റോഡ്, ആ റോഡ് വെട്ടിമുറിച്ചിട്ട് അവര് മറുഭാഗത്താണ് പാലം ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. അതെ, 100 മീറ്റർ അപ്പുറത്ത്. അതേ അവര് അന്ന് കലക്ടറേറ്റ് ചർച്ച നടത്തിയപ്പോ അവരായിട്ടുള്ള ഡെപ്യൂട്ടികളായിട്ട് പറഞ്ഞത് ഞങ്ങളെടുത്ത് വന്ന പാൾട്ടാണ്, ആ പാലം ഇവിടെ ആയിരുന്നു സ്ഥാപിക്കേണ്ടത്, അത് ഞങ്ങളെടുത്തുള്ള പാൾട്ടാണെന്നാണ് അവരന്ന് സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് കോടതിയിലാണ്. അത് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്, ആ പാല എന്തായാലും ഇപ്പൊ അനിവാര്യമായിരുന്നുള്ള എല്ലാവർക്കും ഉറപ്പായല്ലോ. ഇങ്ങനെ ഈ സംഭവം നടന്നപ്പോൾ ഇപ്പോൾ വണ്ടികളൊക്കെ എല്ലാം തിരിച്ചു വിടുന്നത് ആ ബ്രിഡ്ജ് ഉണ്ടായി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ബ്രിഡ്ജ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടികൾ ഇത്ര ബ്ലോക്ക് ആവില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ആവശ്യം പറഞ്ഞാല് ഇപ്പൊ ഈ വയല് തുടങ്ങുന്നത് മുതൽ ഇതുവരെ അവസാനിക്കുന്ന ഇതുവരെ കക്കാട് വരെ പിന്നെ പില്ലറമ്മിന് പാലം ബ്രിഡ്ജായിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ മറ്റു ഇതുപോലെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ നാട്ടുകാർ, ഈ സമരസമിതിയും ഒറ്റക്കെട്ടായിട്ട് ഇവിടെയുള്ള കർഷകർ ഇപ്പൊ 2-3 വർഷമായിട്ട് നെൽകൃഷി ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മഴ വരുന്ന സമയങ്ങളില് വെള്ളം നന്നായിട്ട് റോഡാണ്. ഈ സർവീസ് റോഡും ഇതുപോലെ തന്നെ ഇതിന് ഹൈറ്റ് കുറവാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നേക്കാളും ഹൈറ്റ് കുറവിലാണ് ഈ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അത് അന്ന് തന്നെ ഞങ്ങൾ ഇത് കാണിച്ചതാണ്. അന്ന് കലക്ടർക്ക് പരാതി കൊടുത്തു. ഇവിടെയുള്ള കർഷകരും എല്ലാവരും, സമരസമിതി കർഷകർ എല്ലാവരും കൂടി കലക്ടർക്ക് വരെ പരാതി കൊടുത്തു. നിർമ്മിച്ചിട്ടുള്ള ഈ സർവീസ് റോഡ് ഹൈറ്റ് ഉയർത്തണമെന്നുള്ളത് ഞങ്ങൾ പരാതിയും കൊടുത്തിട്ട് അവർ പറഞ്ഞ് നോക്കാം, NHIക്ക് വിട്ടിട്ടുണ്ട്, അവർ വന്ന് നോക്കും. ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല. എല്ലാ പാർട്ടിക്കാരുണ്ട് സമരസമിതിയിലെ. നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ടാണ് സമരസമിതി രൂപീകരിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ആ പാലം കിട്ടുന്നത് വരെ, ബ്രിഡ്ജ് അവിടെ സ്ഥാപിക്കുന്നത് വരെ ഞങ്ങൾ അതിന്റെ സമരത്തിന് പിന്മാറില്ല. ഇപ്പൊ അത് കേസിലാണ്. ഇപ്പൊ നമ്മളെ സ്ഥലം MLA കഴിഞ്ഞ ബജറ്റിൽ കേരള സർക്കാർ PWD വന്നു, അവിടെ സന്ദർശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ബ്രിഡ്ജ് അനിവാര്യമാണെന്നുള്ളത് പിന്നെ അവർ സ്വീകരിച്ച റിപ്പോർട്ട് കേരള സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൽ അതിന് ഫണ്ട് തോക്കം 8 കോടിയോ വെച്ചിട്ടുണ്ടെന്നാണ് പിന്നെ കഴിഞ്ഞ ബജറ്റിൽ MLA നമുക്ക്. ഇവിടുത്തെ ഒരു ഭൂമിൻ്റെ ഘടന എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം നിൽക്കും. ഈ വെള്ളം നിൽക്കുന്ന ഇവർ പ്രാദേശികമായിട്ട് പഠനം നടത്താതെ ഇവിടെ ആദ്യം ഒഴുകാനുള്ള തോടുകൾ, ഈ തോടുകളൊക്കെ അവർ നല്ല വീതി കൂട്ടിയിട്ടുണ്ട്. ഇവരെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഒഴുകി വരുന്നത് നേരെ അപ്പുറത്തേക്ക് നേരെ പുഴയിലേക്ക് ഒഴുകി പോകുന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടുത്തെ ഇത് പുഴയിൽ വെള്ളം ഇവിടുന്ന് നല്ല സ്പീഡിൽ വെള്ളം പോവുകയും ചെയ്യും. പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിട്ടേൺ അടിക്കുക ചെയ്യുക. ഈ വെള്ളം ഒന്നായിട്ട് ഇവിടെ സർവീസ് റോഡിൽ കഴിഞ്ഞ മഴൻ്റെ സമയത്ത് ഫുള്ള് സർവീസ് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ ഇത് മൊത്തം ഈ വെള്ളം നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് എന്തായാലും ഈ ഒരു രീതിയിലുള്ള നിർമ്മാണം ഒരിക്കലും പ്രായോഗികമല്ല. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ കുളപ്പുറത്തു നിന്ന് ഇവിടെ ദേശീയപാത ഉണ്ട്, അരീക്കോട് പരപ്പനങ്ങാടി ദേശീയപാത. ഈ ദേശീയപാത ഇവിടെ മുറിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഇത്രയും ഒരു ബ്ലോക്ക് വരാണ്ടായ കാരണം അവിടെ ആ റോഡ് പൂർണ്ണമായിട്ട്, അതായത് പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്ന റോഡ് കുളപ്പുറത്ത് എത്തിയിട്ട് അത് നിർത്തി. അവിടെ നിന്ന് കുന്നമ്പുറത്ത് നിന്ന് വരുന്നത് കുളപ്പുറത്ത് മറ്റേ സൈഡിൽ നിന്നുപോയി. ആ റോഡിൽ അവിടെ ഒരു പാലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ഒരു ബ്ലോക്കിൻ്റെ ഇത് ഇവിടെ വരില്ലായിരുന്നു. കാരണം കറക്റ്റായിട്ട് അവിടെ നിന്ന് വണ്ടി തിരിച്ചു വിട്ട് അങ്ങോട്ട് പോണ ഒരു സംവിധാനമായിരുന്നു. അതായത് ഇവിടുത്തെ മണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊന്നും ഇവർ പഠനം നടത്താതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടുന്ന് നമ്മുടെ പണ്ട് ഓട്ടും കമ്പനിക്കൊക്കെ ഒരുപാട് മണ്ണ് ഇവിടെ നിർത്തി കൊണ്ടുപോയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ചളിയാണ്. അത് ലോഡ് വരുമ്പോൾ എന്തായാലും ഒരു കിലോ മണ്ണിക്ക് വെള്ളം വന്നാൽ ഒന്നായിട്ട് അത് ചളിയായിട്ട് മാറുന്ന ഒരു
മണ്ണാണ്. ആ മണ്ണ് എത്രയും പഠനം നടത്താതെയാണ്, ഒരു പഠനം പോലും നടത്താതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലോക്കൽ നമ്മളെ സാധാ ഒരു പണിക്കാരുണ്ട്, നമ്മളെ ഇതൊക്കെ പടവിൻ്റെ, അദ്ദേഹം കഴിഞ്ഞ നവംബറിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കട്ട ഇങ്ങനെ ഹൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഒരു എൻജിനീയർ അതിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇട്ടിരുന്നു. അത് ഞങ്ങൾ അത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തിരിച്ചു അവൻ കമൻ്റ് ഇട്ടു, ഒരു മഴ പെയ്തിട്ട് ഞാൻ ബാക്കി പറയാമെന്ന്. അതുപോലെ സംഭവിച്ചു. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നുകൊണ്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഇവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സമരവുമായിട്ട് 3 വർഷമായിട്ട് ഇതിന് കൂടെ തന്നെ ഉണ്ട്. കാരണം ഓരോ സംസ്ഥാന പാത വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് പുറകെ ഒരു ബ്രിഡ്ജ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 3 വർഷമായിട്ട് ഇതിന് മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ആ ബ്രിഡ്ജ് അവിടെ വന്നിട്ടില്ല. അവർ ബ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഒരു 300 മീറ്റർ അപ്പുറത്താണ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമില്ല. ഇപ്പോൾ ഈ ഇത് സംഭവിച്ചതിന് ശേഷം അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ വാഹന ഗതാഗതത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമാണ് ഇപ്പോൾ. കാരണം പ്രധാന റോഡാണിത്. അപ്പോൾ അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബ്രിഡ്ജ് അവിടെ നിന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് കുറേ പരിഹാരം ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രശ്നം പെട്ടെന്ന് അടിയന്തരം പരിഹരിക്കേണ്ടത്. ഈ നിലയ്ക്ക് വർക്ക് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ എന്ത് നിലയ്ക്ക് ഇത് തടുക്കും. അതുകൊണ്ട് ബ്രിഡ്ജ് വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും അത് ആ കാര്യത്തിൽ ഞങ്ങൾ ഒരു സമരത്തിലേക്ക് പോകും. കാരണം അത് ആ പരിഹാരം ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സമരത്തിലേക്ക് പോകും എന്നുള്ളത് ഇവിടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയും അതിന് തീർച്ചയായിട്ടും മുന്നിലുണ്ടാവും. ഒട്ടേറെ ശാസ്ത്രീയമായിട്ട് പണിയേണ്ട ഒരു പാതയാണത്. ഇവിടെ ധൃതി പിടിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി 60 കിലോമീറ്റർ പാത, ഈ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു സർക്കാരിൻ്റെ ഒരു പുതിയ നയം തന്നെ. 4ാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിന് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ആകർഷത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഇവിടെ ശാസ്ത്രീയമല്ലാത്ത ലെവലിൽ ഈ പാത ഈ റോഡ് പണിഞ്ഞിട്ടുള്ളത്. ഇവിടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ജനങ്ങളുടെ ആവശ്യങ്ങളോ ഒന്നും പരിഹരിക്കാതെ, കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ചർച്ച നടത്തിയിട്ട് ഞാനുമായി ഇതിൻ്റെ എഞ്ചിനീയറുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത്, കാരണം നേരത്തെ ഇത് അക്വയർ ചെയ്തിട്ടുള്ളത് മേലക്കൂടിയായിരുന്നു റോഡ്. പക്ഷേ പിന്നീട് അത് ഇവിടെ ഈ മെറ്റീരിയൽസിൻ്റെ ദൗർബല്യം കാരണം ഇവർ പൊട്ടിപ്പൊളിച്ച് താഴോട്ട് കൂടിയാക്കി. അപ്പോൾ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായിട്ട് പോലും ജനങ്ങളുമായി സംവാദിക്കാതെ, ജനങ്ങളുമായി ഒരു ആശയവിനിമയം നടത്താതെ ഈ പണിഞ്ഞ ഈ റോഡ് വളരെ അത്രയും വളരെ അങ്ങേയറ്റം ഡേഞ്ചറിലാണ് ഇത് കിടക്കുന്നത്. കാരണം എന്തുകൊണ്ട് എപ്പോഴും എന്ത് അപകടം സംഭവിക്കാം. ഇപ്പോൾ കോഴിക്കോട് മരാമനഘാട്ടിൽ നിന്ന് വളാഞ്ചേരി എത്തുമ്പോഴേക്കും എത്രയോ ഇതുമാതിരി ഹൈറ്റിലുള്ള പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മഴ വന്നപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് മഴ പെയ്യാനുണ്ട്. 6 മാസത്തോളം മഴക്കാലമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഈ മഴക്കാലത്തൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു ദൃശ്യവുമില്ല. കാരണം എന്തുകൊണ്ട് ഒരുപാട് വീടുകൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടും ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ശരിക്ക് ഒരുപാട് പ്രവാസികൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡും കൂടി ആയതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട്, കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട്, കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം. കാരണം ഉദ്ഘാടനത്തിന് മാത്രം കാത്തിരിക്കുന്ന രീതിയല്ല വേണ്ടത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത്രയും റോഡ് ഇങ്ങനത്തെ രഹസ്യമായി പണിതിട്ടുണ്ടെങ്കിൽ അതുമായി അതിനെ ബന്ധിച്ച് ഭൂരേഖ ശരിക്കും പരിശോധിക്കാതെ, കാരണം മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പണിയുന്ന മാതിരിയല്ല കേരളത്തിലെ ഭൂരേഖ കിടക്കുന്നത്. കുന്നും മലയൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ മണ്ണിട്ട് താഴ്ത്തുമ്പോൾ വർഷങ്ങളോളം കിടന്ന ആ മണ്ണ് അമർന്നതിന് ശേഷം മാത്രമേ അവിടെ റോഡ് നിർമ്മിക്കാൻ പാടുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുവഴി പോകുമ്പോൾ റോഡിന് ഇതേമാതിരി താഴ്ന്നു കിടന്ന സ്ഥലം ഒരു മാസത്തിനുള്ളിൽ മണ്ണ് നിരത്തി റോഡിൻ്റെ കഴിഞ്ഞ് വണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ ഇത്രയും ഏറെ ശാസ്ത്രീയമായിട്ടുള്ള ഈ പണിത് കൊണ്ട് ജനങ്ങൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നത് മഴയുടെ സീസണാണ്. ഈ മഴ വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ. പാലച്ചിറമാട് മുതൽ രാമനാട്ടുകര വരെയുള്ള കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒട്ടേറെ പാലങ്ങളും തോടുകളൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ റോഡ് പോയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ പരിശോധിക്കണമെന്നും കളക്ടർ ഇടപെട്ട് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കണമെന്നാണ് ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.